2025 മെയ് 18 ഞായറാഴ്ച സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് 140 കോടിയോളം വരുന്ന വിശ്വാസി സമൂഹം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ദിനം. തങ്ങളുടെ പ്രിയ ഇടയനായി ദിവസങ്ങൾക്കകം മാറിക്കഴിഞ്ഞ ലയോ 14 പാപ്പയുടെ ഔദ്യോഗിക സ്ഥാനാരോഹണ ദിവ്യബലി, സ്വർഗം തിരഞ്ഞെടുത്ത ദിനം. അതിനാൽ തന്നെ ഈ ദിനത്തിന് സവിശേഷതകൾ ഏറെയാണ്. മെയ് 18 ലോകജനതയുടെ പ്രിയ ഇടയനായിരുന്ന വിശുദ്ധ ജോൺ പോൾ II പാപ്പയുടെ ജന്മദിനം. ലയോ 14 പാപ്പയുടെ സ്ഥാനാരോഹണ ദിനമായ അതേ ദിനമാണ് 1920 പോളണ്ടിലെ വാഡോവിസിൽ വിശുദ്ധ ജോൺ പോൾ II ജനിച്ചത്. 1978 വിശുദ്ധ ജോൺ പോൾ II പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ 16-ാം നൂറ്റാണ്ടിന് ശേഷം പത്രോസിന്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ ഇറ്റാലിയൻ വംശജനല്ലാത്ത മാർപ്പാപ്പയായി അദ്ദേഹം മാറി. ഇപ്പോൾ 2000 വർഷത്തിനു ശേഷം US-ൽ ജനിച്ച ആദ്യത്തെ പാപ്പയായി ലയോ 14 തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ സമാനതകൾ വർദ്ധിക്കുകയാണ്. 1978 തന്റെ സ്ഥാനാരോഹണ വേളയിൽ വിശുദ്ധ ജോൺ പോൾ II പാപ്പ നടത്തിയ പ്രസംഗത്തിൽ ഭയപ്പെടേണ്ട, ക്രിസ്തുവിനായി വാതിലുകൾ വിശാലമായി തുറക്കുക എന്ന് ലോകത്തോട് ഊന്നി പറഞ്ഞു. തിരഞ്ഞെടുക്കപ്പെട്ട ദിവസങ്ങൾക്കകം മെയ് 11 പരിശുദ്ധ കുർബാനയിൽ ലയോ 14 പാപ്പയും ഇതേ സന്ദേശം പ്രതിധ്വനിപ്പിച്ചു. ഭയപ്പെടാതെ ധൈര്യപ്പെടുക, അദ്ദേഹം പറഞ്ഞു. സുവിശേഷത്തിൽ പലതവണ യേശു പറയുന്നു, ഭയപ്പെടേണ്ട. ജീവൻ നൽകിക്കൊണ്ടുപോലും ലോകത്തിന് നാം നൽകുന്ന സാക്ഷ്യത്തിൽ ധൈര്യമുള്ളവരായിരിക്കണമെന്നും പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്തു. അതേ ദിവസം സ്വർലോകരാജ്ഞി പ്രാർത്ഥനയിലും പാപ്പ വീണ്ടും ഈ വിഷയത്തിൽ ഊന്നൽ നൽകി. യുവാക്കളോട് ഞാൻ പറയുന്നു, ഭയപ്പെടേണ്ട. സഭയുടെയും കർത്താവായി ക്രിസ്തുവിന്റെയും ക്ഷണം സ്വീകരിക്കുക, അദ്ദേഹം യുവാക്കളോട് പറഞ്ഞു. ഇവിടെ തീരുന്നില്ല വിശുദ്ധ ജോൺ പോൾ II പാപ്പയുടെയും ലയോ 14 പാപ്പയുടെയും സമാനതകൾ. വിശുദ്ധ ജോൺ പോൾ II രണ്ടാമത്തെ ആഞ്ചലീസ് പ്രസംഗത്തിൽ അദ്ദേഹം പരിശുദ്ധ കന്യകാമറിയവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ജപമാലയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അദ്ദേഹം പറഞ്ഞു. ജപമാല തന്റെ പ്രിയപ്പെട്ട പ്രാർത്ഥനയാണെന്നും അത്ഭുതകരമായ ഒരു പ്രാർത്ഥനയാണ് ജപമാലയെന്നും വിശുദ്ധ ജോൺ പോൾ II അന്നു പറഞ്ഞു. പരിശുദ്ധ അമ്മയുമായുള്ള തന്റെ സ്നേഹബന്ധം ആഴത്തിൽ കാത്തുസൂക്ഷിക്കുന്ന വ്യക്തിത്വമാണ് ലയോ 14 പാപ്പയുടേതെന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വലിയൊരു ശതമാനം വിശ്വാസികളെങ്കിലും അദ്ദേഹത്തിന്റെ മരിയ ഭക്തിയിൽ ആകൃഷ്ടരായിരിക്കാമെന്നതിൽ സംശയമില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ രോഗശാന്തിക്കായി മാർച്ചിൽ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ അദ്ദേഹം ജപമാല ചൊല്ലിയതും താൻ തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ അടുത്ത ദിവസം റോമിന് പുറത്തുള്ള ഗനസാനോയിലെ മദർ ഓഫ് ഗുഡ് കൗൺസിൽ ദേവാലയത്തിൽ അദ്ദേഹം അപ്രതീക്ഷിത സന്ദർശനം നടത്തിയതും പരിശുദ്ധ അമ്മയോടുള്ള ലയോ 14 പാപ്പയുടെ ആഴമായ ബന്ധത്തെ സൂചിപ്പിക്കുന്നു. കൂടാതെ മെയ് 18 വിശ്വാസത്തിൽ തീഷ്ണമതിയായിരുന്ന വിശുദ്ധ ജോൺ I മാർപ്പാപ്പയുടെ തിരുനാൾ ദിനം കൂടിയാണെന്ന സവിശേഷതയുമുണ്ട്. മരിയൻ ഫാദേഴ്സ് ഓഫ് ദ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ഓഫ് ദ ബ്ലെസ്ഡ് വെർജിൻ മേരി സന്യാസ സമൂഹത്തിന്റെ സ്ഥാപകനായ വിശുദ്ധ സ്റ്റാനിസ്ലോസ് പാപ്പിൻസ്കിയുടെ തിരുനാൾ കൂടിയാണ് മെയ് 18. ഇനി മെയ് 18 മറ്റൊരു സവിശേഷതയായി ചരിത്രത്താളുകളിൽ എഴുതപ്പെടാൻ പോകുകയാണ്. ആഗോള കത്തോലിക്ക സഭയുടെ 267-ാം മാർപ്പാപ്പയുടെ ലയോ 14 പാപ്പയുടെ സ്ഥാനാരോഹണ ദിനം എന്ന ചരിത്ര ദിനം. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെകേന ന്യൂസ്.